അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിച്ചതായ നോമ്പ്, അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരങ്ങൾ, എല്ലാ സുഹൃത്തുക്കളും അമലുകളും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ഇഫ്താർ ഏറ്റെടുത്ത് നടത്തിയ ഇല്യാസ് സാറ്, അതുപോലെ തന്നെ അൻസർ ജന്നത്ത് പൂവങ്കൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സംഭാവനകൾ, സ്വതക്കകൾ പടച്ച റബ്ബ് പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് വണ്ണമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുൻഗാമികളൊക്കെയും പറഞ്ഞു തന്നതായ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള, പ്രതീക്ഷിക്കേണ്ടുന്ന 21-ാം രാവിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനെ അറിഞ്ഞ് അമൽ ചെയ്യുന്നവരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, ചില ആളുകൾക്ക് ലൈലത്തുൽ ഖദറിന്റെ യാതൊരുവിധ പ്രതിഫലവും ലഭ്യമാവുകയില്ലത്രേ. ചില ആളുകളുണ്ട്, അവര് സുഹൃതങ്ങൾ ചെയ്യുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, തറാവീഹ് നിസ്കരിക്കുന്നു, പരിശുദ്ധമായ റമദാനിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ലൈലത്തുൽ ഖദറിൻ്റെതാകുന്നതായ യാതൊരുവിധ പ്രതിഫലവും അവർക്ക് ലഭ്യമാവുകയില്ലെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അക്കൂട്ടരാരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞത് മുദ്മിനുൽ ഖംർ. പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നിട്ട് പോലും ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കാതെ മദ്യം ആരുടെ ശരീരത്തിന്റെ അകത്തളങ്ങളിലേക്കാണോ കടന്നു പോകുന്നത്, ആരാണോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ലഭ്യമാവുകയില്ലെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതലൊന്നും വിശദീകരിച്ച് പറയൂല, പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറഞ്ഞു പോകേണ്ട. ഒന്ന്, ലഹരി ഉപയോഗിക്കുന്നവർ. രണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ അവഗണിക്കുന്നവരാണ്, മാതാപിതാക്കളെ പരിഗണിക്കാത്തവരാണ്. പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് പോലും മാതാപിതാക്കളോട് സ്നേഹത്തിന്റെ വാക്കു പറയാതെ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ? നിങ്ങൾ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പനുഷ്ഠിച്ചാലും പരിശുദ്ധമായ റമദാനിൽ ഉംറ ചെയ്താലും പോലും പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിങ്ങൾ പള്ളിക്കകത്തിരുന്ന് ഭജനമിരുന്നാലും യാതികാഫിരുന്നാലും പടച്ച റബ്ബ് ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകുകയില്ലത്രേ. അത്ര ഗൗരവമുള്ള വിഷയമാണ് മാതാപിതാക്കളോടുള്ളതായ കടമകൾ പൂർത്തീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അൽഖമ റളിയല്ലാഹു അൻഹു തികഞ്ഞ സത്യവിശ്വാസിയാണ്, ഉത്തമ സഹാബിയാണ്. ബഹുമാനപ്പെട്ട അൽഖമ റളിയല്ലാഹു അൻഹു മരണാസന്നമായി കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചാരത്തുണ്ട്. അവിടുന്ന് അൽഖമത്തെ, നീ കലിമ ചൊല്ലി അൽഖമത്തെ പറഞ്ഞു കൊടുക്കുക. ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അൽഖമ റളിയല്ലാഹു അൻഹുവിന് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയെ, കലിമ ചൊല്ലാൻ വേണ്ടിയിട്ട് എന്റെ നാക്കനക്കുമ്പോ കഠാരമുള്ള തളച്ചു കയറുന്ന വേദനയാണ് നബിയെ എനിക്കെടുക്കുന്നത്. സംസാരിക്കുമ്പോൾ പ്രശ്നം വരുന്നില്ല, കലിമ ചൊല്ലാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. തങ്ങളെ കൂടെ ഇബാദത്തിലാക്കി കഴിഞ്ഞിരുന്ന അൽഖമ റളിയല്ലാഹു അൻഹുവിനെ എന്തു പറ്റി? അല്ലാഹുവിന്റെ റസൂൽ വിഷമിക്കുന്ന സമയത്തും അവിടുന്ന് പടച്ച റബ്ബ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, ഈ അൽഖമയുണ്ടല്ലോ ഇപ്പോഴും മാതാവിന്റെ തൃപ്തിയിലല്ല, അതുകൊണ്ടാണ് ഈ അൽഖമയ്ക്ക് കലിമ ചൊല്ലാൻ കഴിയാത്തത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വഹാബിയെ പറഞ്ഞു വിടുകയാണ്. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വാശി പിടിക്കുകയാണ്, എന്റെ മകന് ഞാൻ പുറത്തു കൊടുക്കൂല. അല്ലാഹുവിന്റെ റസൂൽ ഈ വിവരം അറിഞ്ഞ സമയത്ത്
റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തി, നമ്മളോടൊപ്പം ആരാധനകൾ അർപ്പിച്ചിരുന്ന ഈ അൽഖമത്ത് ഈമാനില്ലാതെ മരിക്കുന്നതിനേക്കാളും വലിയ ഒരു തീ കുണ്ടാരത്തിലിട്ട് നമുക്കങ്ങ് കരിച്ചു കളയാം. അതുകൊണ്ട് വളരെ വലുതായ ഒരു തീക്കുണ്ടം ഉണ്ടാക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്ന സമയത്ത് ഈ വിവരം പ്രിയപ്പെട്ട ഉമ്മ അറിഞ്ഞു ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, എന്റെ ദേഷ്യം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാണ്, എന്റെ പൊന്നു മോനെ ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അൽഖമ അവിടുന്ന് കലിമ ചൊല്ലിയിട്ട് മരണപ്പെട്ടു പോയെങ്കിൽ ഇന്ന് നമ്മൾ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വരാനുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സാമീപ്യം അവിടെ ഉണ്ടായതുകൊണ്ട്, അത്രയും ഉത്തമ സ്വഹാബിയും തികഞ്ഞ സത്യവിശ്വാസിയുമായതുകൊണ്ട് ബഹുമാനപ്പെട്ട അൽഖമ റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടുപോയി. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പ്രത്യേകം ഗൗനിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കളെ ആരെങ്കിലും അകറ്റി നിർത്തിയിരിക്കുകയാണെങ്കിൽ, അവരോടുള്ളതായ കടമകൾ പാലിക്കാതെ പോയെങ്കിൽ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ ലഭ്യമാവുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് ഖാതിഉർ റഹിം, കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ടോ? അയൽവാസികളോട് പിണക്കത്തിലാണ്, കൂടപ്പിറപ്പുകളോട് പിണക്കത്തിലാണ്, അങ്ങനെ പിണക്കത്തിൽ കഴിയുന്നവരുണ്ടോ? നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ സംഭവിക്കുന്ന മഹാസംഭവം എന്തെന്നറിയോ? നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് മുസാഫഹ ചെയ്യുമെന്നാണ്. ഇങ്ങനെ മദ്യപാനം ലഹരി ഉപയോഗിക്കുന്നവരുണ്ടോ? മാതാപിതാക്കളെ അകറ്റി നിർത്തിയവരുണ്ടോ? കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ? നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ ലഭ്യമാവുകയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയില്ല. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ, ഇന്നലി നബി അർഹാം ഖസ്സിലു വയഖതഊന വഅൻഫു യദ്ലിമൂന വഅഹ്സിനു യുസീബു ഇലയ്യ. നമ്മളിൽ പല ആളുകൾക്കുമുള്ള ഒരു വല്ലാത്തൊരു വിഷമം എന്താണെന്നറിയോ? ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയേ, എനിക്ക് അടുത്ത ഉറ്റവരുണ്ട് നബിയേ, എന്റെ സഹോദരങ്ങളുണ്ട് നബിയേ. പല തവണ ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു, അവരെ ഞാൻ ചേർത്ത് പിടിച്ചു. എത്രത്തോളം ഏതെല്ലാം സമയങ്ങളിൽ എനിക്ക് ഒഴിവ് കിട്ടുമോ ഞാൻ അവരെ സന്ദർശിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എല്ലാ സമയത്തും അവർക്ക് വേണ്ടുന്ന മുഴുവൻ സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴായി അവരെന്നെ അവഗണിക്കുന്നു നബിയേ. പല ആളുകളുടെ മുന്നിലും വെച്ച് എന്നെ പരിഹസിക്കുന്ന നബിയേ. അതുകൊണ്ട് അവര് കാണിക്കുന്നത് പോലെ ഞാനും തിരിച്ചു കാണിക്കട്ടെ നബിയേ. അവര് പല സദസ്സുകളിൽ വെച്ച് എന്നെ പരിഹസിക്കുന്നു, പല ഭാഗങ്ങളിൽ വെച്ച് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. തിരിച്ച് ഞാനും അവരെ മൈൻഡ് ചെയ്യാതെ ഞാനും അവരെ പരിഹസിച്ചുകൊണ്ട് നടക്കട്ടെ നബിയേ. അഫൗ കാഫിറുഹും യാ റസൂലല്ലാഹ്, അവര് ചെയ്യുന്നത് പോലെ ഞാനും തിരിച്ച് ചെയ്യട്ടെ നബിയേ. കരളിന്റെ കൃഷ്ണമായ കാരുണ്യത്തിന്റെ ദൂതരായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, സ്വഹാബ വേണ്ട വേണ്ട, വലാകിൻ ജുദുൽ ഫദ്ല വ അഹ്സന ഇലൈഹി. അവര് നിന്നോട് എത്ര ശപിച്ചാലും, അവര് നിന്നെ എത്ര ചീത്ത വിളിച്ചാലും, അവര് നിന്നെ എത്ര അകറ്റിയാലും പടച്ച റബ്ബിന് വേണ്ടി നീ അവരേക്ക് ചേർത്ത് പിടിക്കണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ശ്രദ്ധിക്കാനുള്ള വിഷയമാണ്. പല ആളുകളും പല കുടുംബങ്ങളും ഇന്ന് ചിന്ന ഭിന്നമായി കിടക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമയില്ല.
ആ ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകൂ. അങ്ങനെയല്ലേ? ബദർ പഠിപ്പിച്ച സന്ദേശം അത് തന്നെയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് പഠിച്ചാലും ചർച്ച ചെയ്താലും അവിടെ എല്ലാം നമുക്ക് വായിക്കാനും പഠിക്കാനും പറ്റിയത് ഐക്യമാണ്, ഒത്തൊരുമയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സ്വഹാബി, നിന്നോട് അവർ എങ്ങനെ പെരുമാറിയാലും നീ തിരിച്ചവരോട് അങ്ങനെ പെരുമാറരുത്. നിന്നെ ചീത്ത വിളിച്ചാൽ നീ തിരിച്ച് ചീത്ത വിളിക്കരുത്. നിന്നെ അവഗണിച്ചാൽ നീ അവഗണിക്കരുത്. നീ വീണ്ടും വീണ്ടും ലിവജില്ല. നിന്റെ കൽബിൽ ഒരൊറ്റ ചിന്ത, എന്റെ റബ്ബ്, എന്റെ റബ്ബിന് വേണ്ടി എന്ന നിയത്തിൽ പരസ്പരം കണ്ട് സലാം പറയുക. ആരെയാണ് നമ്മൾ മാറ്റി നിർത്താനുള്ളത്? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി فإن لم يستطع فبقلبه وذلك أضعف الإيمان أو كما قال شفيعنا رسول الله. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടു, ശ്രദ്ധിക്കണം, ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടു, ഫൽയുഗയ്യിറുഹു ബിയദിഹി, എനിക്കത് തടുക്കാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് തടുക്കണം, മോനെ അത് ചെയ്യരുത്, തെറ്റാണ് പറഞ്ഞു കൊടുക്കണം. ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി, ഇനി അങ്ങനെ കൈകൊണ്ട് തടുക്കാൻ ചെന്നാൽ തിരിച്ചവൻ വടികൊണ്ട് നമ്മളെ തടുക്കും. ആ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കണം, ഡേയ് ആ തെറ്റ് ചെയ്യരുതേ. ഇനി അതും നമുക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ വാഗണ്ട് പറഞ്ഞാൽ തിരിച്ചതിന്റെ അപ്പുറം മറുപടിയാണ് വരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു, നീ കൽബ് കൊണ്ട് അവൻ എന്ത് ചെയ്യുക? നിരാകരിക്കുക. അവനോട് പിണങ്ങുക എന്നല്ല പറഞ്ഞത്, അവനെ മാറ്റി നിർത്തുക. കൽബ് കൊണ്ട് പരസ്പരം കാണുമ്പോൾ സലാം പറയുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക. പക്ഷേ ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നല്ലേ? അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ചാരി നിന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക് നമ്മളും ആ തെറ്റ് ചെയ്യുന്നവരായി മാറിപ്പോകും. അതങ്ങനെയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരായാലും അവരെ നമ്മൾ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല വേണ്ടിയത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത സുഹൃത്ത്, ഷാമിൽ നിന്നും മദീനയിലേക്ക് കച്ചവടത്തിന് വന്ന സുഹൃത്ത്, അദ്ദേഹത്തിനെ കുറച്ച് ദിവസങ്ങളായി കാണുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പഴയതുപോലെ നല്ല സൂപ്പർ ഷാരിബുൽ ഖംറായി കുടിയനായി മാറി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് എഴുതിയിട്ട് കത്തയക്കുകയാണ്. ഗാഫിലിൽ ദംബി വഖാബിലു തൗബി ശദീദിൽ ഇഖാബിൽ തൗൽ. ഇത്ര എഴുതിയിട്ട് ബഹുമാനപ്പെട്ട ആ കൂട്ടുകാരനിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ആ ലെറ്റർ. ഗാഫിലുൽ ദംബ്, എത്ര തെറ്റ് ചെയ്താലും പടച്ചറബ് പുറത്തു തരും. വഖാബിലു തൗബ്, പടച്ചറബിനോട് തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ചാൽ അല്ലാഹു ആ തൗബയെ സ്വീകരിക്കും. ശദീദിൽ ഇഖാബ്, പക്ഷേ പടച്ചറബിനോട് നീ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ നല്ല ശിക്ഷ, കഠിനമായ ശിക്ഷ പടച്ചറബ് നൽകും. ഈ ഒരു ആയത്ത് വായിച്ചു നോക്കിയിട്ട് ആ മനുഷ്യൻ വീണ്ടും പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു, യഥാർത്ഥ ഒരു മുഅ്മിനായി മരിച്ചുപോയി എന്ന് ഹദീസുകളിൽ കൂടി പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ ചെയ്യാറുള്ളത്, ഒരാളോടും ബന്ധം വിച്ഛേദിച്ച് കഴിയാതെ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ഈ മൂന്ന് പേർക്ക് കിട്ടൂല. ഒന്ന്, ലഹരി ഉപയോഗിക്കുന്നവർ; രണ്ട്, മാതാപിതാക്കളോടുള്ളതായ കടമകൾ പൂർത്തീകരിക്കാത്തവർ; മൂന്ന്, കുടുംബബന്ധം മുറിച്ച് കളയുന്നവർ. ഈ മൂന്ന് ഗണത്തിൽ പെടാത്ത നിലയിൽ പടച്ച റബ്ബിനെ അറിഞ്ഞ് അമൽ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദിനരാത്രങ്ങൾ, പുണ്യമായ 8 or 9 ദിനങ്ങളാണ് നമുക്കുള്ളത്. പടച്ച റബ്ബുമായി കൂടുതൽ ചേർന്ന് നിൽക്കാൻ അടുത്ത വർഷം ആരാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതെന്നോ ആരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നതെന്നോ നമുക്ക് പറയാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാനായിരിക്കുമോ? ബൈനൽ ഖൗഫി വറജാ. ഒരു മുഅ്മിനിന്റെ ജീവിതം എന്ന് പറയുന്നത് ഭയത്തിന്റെയും ആഗ്രഹത്തിന്റെയും ഇടയിലായിരിക്കണം. അത്തരത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ രാത്രി, ഇന്ന് 21-ാം രാവാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ചൊല്ലാറുണ്ട്. 10 മടങ്ങ് അധികം ചൊല്ലിക്കൊണ്ട്
10 മടങ്ങ് അധികം ചൊല്ലിക്കൊണ്ട് ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സാധാരണ അത്താഴത്തിന് എഴുന്നേൽക്കുന്നതിനേക്കാൾ 1 മണിക്കൂറോ അരമണിക്കൂറോ മുമ്പ് എഴുന്നേറ്റ് എന്തിനു വേണ്ടി 21-ാം രാവിനെ പരിഗണിച്ചുകൊണ്ട് അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് സാധാരണ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരും 11-12 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. സാധാരണ 2-4 റക്അത്ത് നിസ്കരിക്കുന്നവര് ഈ ദിനത്തിന് പരിഗണിച്ചുകൊണ്ട് ഒരു 10 റക്അത്തോ 12 റക്അത്തോ തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബുമായി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.